നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 മാർച്ച് 31 മുമ്പായി തന്നെ ചെയ്തു തീർക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിർബന്ധമായിട്ടും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. എന്തെല്ലാമാണ് 4 കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാർച്ച് 30 മുമ്പ് ചെയ്ത് തീർക്കേണ്ട 4 കാര്യങ്ങളിലെ ആദ്യത്തെ കാര്യം നമ്മുടെ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ നികുതി ഇപ്പോൾ ഒരുപാട് ആളുകൾ അടച്ചു തീർത്തിട്ടുണ്ടാകും. നമ്മുടെ വാർഡ് മെമ്പർമാരും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർത്തിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു നികുതിയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതി. നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊടുക്കേണ്ട നികുതിയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതി. ഇപ്പോൾ അത് ഓൺലൈൻ വഴിയാണ് അടയ്ക്കേണ്ടത്. അത് എല്ലാ വർഷവും അടയ്ക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒട്ടുമിക്ക ആളുകളും വീടിൻ്റെ നികുതി കറക്റ്റായി തന്നെ അടക്കാറുണ്ടെങ്കിലും സ്ഥലത്തിൻ്റെ നികുതി ഒരുപാട് ആളുകൾ അടക്കാറില്ല. നിർബന്ധമായിട്ടും ഈ ഒരു നികുതി അടക്കുക. PN കിസാൻ അങ്ങനെ പല കാര്യങ്ങൾക്കും എല്ലാ വർഷത്തെയും നികുതി ഷീറ്റിൽ ഇപ്പോൾ അവർ ചോദിക്കാറുണ്ട്. നമ്മൾ മാർച്ച് 30 ശേഷം നമ്മൾ അടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സാമ്പത്തിക വർഷം നികുതി ഷീറ്റ് ലഭിക്കുകയില്ല. അടുത്ത സാമ്പത്തിക വർഷം നികുതി ഷീറ്റ് മാത്രമായിരിക്കും ലഭിക്കുക. അതിൽ കുടിശ്ശികയുള്ള കാര്യം മാത്രമായിരിക്കും ആ നികുതി ഷീറ്റിൽ അതിൽ പ്രതിപാദിക്കുകയുള്ളൂ. ഈ ഒരു വർഷത്തെ നികുതി ഷീറ്റ് നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ഈ ഒരു നികുതി അടക്കാൻ ശ്രദ്ധിക്കുക. വളരെ കുറഞ്ഞ സ്ഥലങ്ങൾ ഉള്ള ആളുകൾക്ക് വളരെ കുറഞ്ഞ രൂപ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. 10 സെൻറ്റ് 20 സെൻറ്റ് ബാക്കിയുള്ള ആളുകൾക്കെല്ലാം 30-20 രൂപ മാത്രമാണ് ഉണ്ടാവുക. കഴിഞ്ഞ വർഷത്തെ നികുതി ഷീറ്റുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സെൻറ്റർ വഴിയോ നിങ്ങൾക്ക് നികുതി അടക്കാം. വളരെ കുറഞ്ഞ പൈസ മാത്രമാണ് ഇതിന് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഒട്ടുമിക്ക ആളുകളൊന്നും അടക്കാറില്ല. അതുപോലെ തന്നെ മറ്റ് ടാക്സ് സംബന്ധമായി അടക്കുന്ന ആളുകളും ഈ ഒരു മാർച്ച് 30 മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് 30 വയസ്സിന് ശേഷമുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ട്. അവരും ഈ ഒരു മാർച്ച് 30 മുമ്പായി തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കുക. അതുപോലെ തന്നെ ക്ഷേമനിധി, പ്രവാസി ക്ഷേമനിധി അടക്കുന്ന പ്രവാസികളുണ്ടെങ്കിൽ, ഓരോ വർഷത്തെയും ഒരുമിച്ച് അടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു മാർച്ച് 30 മുമ്പായി തന്നെ അടക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീടിൻ്റെ നികുതി ഇനിയും അടക്കാൻ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അടക്കുക. നമുക്കത് ഓൺലൈൻ വഴി അടക്കാൻ സാധിക്കും. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസ് വഴിയോ എല്ലാം നമുക്കത് അടക്കാൻ സാധിക്കും. ഇതെല്ലാം വളരെ കുറഞ്ഞ തുകകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ മറ്റൊരു കാര്യം കുട്ടികളുടെ ആളുകളാണ്. കുട്ടികളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറയാറുണ്ട്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ഇടയിൽ എടുത്ത ആധാർ കാർഡുകളാണെങ്കിൽ ഓരോ സമയത്തും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം. കുട്ടികളെ സ്കൂൾ ചേർക്കുന്നതിന് മുമ്പായി തന്നെ ഇങ്ങനെയുള്ള അപ്ഡേഷൻ മറ്റും ചെയ്തു തീർക്കുക. എങ്കിൽ പിന്നീട് സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.